ഡിപ്രഷൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും ഞാനിത്. ഇപ്പോ ഇവന്റെ ജീവിതത്തിൽ ഒരു ഞായറാഴ്ച ഹലോ, അപ്പോ ഇവന്റെ ജീവിതത്തിൽ ഒരു ഞായറാഴ്ച, അതാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 5 ഇവന്റിന്റെ ഡെക്കോറാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഫുൾ ഇവന്റ് ഒന്നില്ല. ഒരു കല്യാണം, ഒരു എൻഗേജ്മെന്റ്, പിന്നെ 2 നെയിമിങ് സെറമണി, ഒരു ബാപ്റ്റിസം, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. പിന്നെ നാളെ രാവിലെ 2 പരിപാടിയും കൂടി ചെയ്യാനുണ്ട് ഡെക്കോർ. നാളത്തെ പരിപാടി വന്നിട്ട് ഒരു എൻഗേജ്മെന്റും ഒരു നെയിമിങ് സെറമണി. അപ്പോ തുടങ്ങാം. ചൂണ്ട ഓക്കെ. 2 ഐറ്റംസ് വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ അമ്മണ്ട് ഒരു ചെറിയ കർപ്പൂരത്തിനൊക്കെ എടുത്താൽ മതി. മഞ്ഞപ്പൊടി പുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ടേക്കൂല്ലേ? പോയിക്കോട്ടെ. പോയി ഐറ്റംസ് കയറ്റിട്ടുണ്ട്. ഇതാണ് പനിയൊക്കെ പറയടാ. എങ്ങനെയുണ്ട്? അടുത്ത എടാ ഇത് അവിടെ കൊച്ചിയിലോട്ട് കൊണ്ടുപോകണം കേട്ടാ. പൂജാ സാധനങ്ങൾ ഞാൻ അവിടെ വെച്ചോണ്ടാ. അയ്യോ എടാ ഇത് ഫോട്ടോ വെച്ച് കൊണ്ടുപോകാനുള്ളത്. മറ്റേ വണ്ടി എന്താ നമ്മുടെ മറ്റേ വണ്ടി എന്താ? ഡേ ഇൻ ലൈഫ്. എടാ ഡേ ഇൻ മൈ ലൈഫ് ആണ്ടത്. ഇതേനാ ലൈഫ് എന്നൊക്കെ. സുമേഷേട്ടാ വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? കഴിഞ്ഞു ഇതിനകത്തല്ലേ കത്താൻ വേണ്ടി. ചേട്ടാ ഇവിടെ ഇതിനകത്ത് തിരിയിട്ടിട്ടുള്ളല്ലോ. ഓ ശരി ഓക്കെ. ഞാനൊന്ന് വട്ടവള്ളി വരെ ഒന്ന് പോയിട്ട് വരട്ടെ ചേട്ടാ. വട്ടവള്ളി വരെ പോകണം. 2 സ്റ്റാൻഡ് എടുക്കണ്ട അവിടെ നിന്ന്. ചേട്ടൻ കഴിയുമ്പോൾ ഇറങ്ങിക്കോന്നെങ്കിൽ. MG റോഡിന്റെ രാവിലത്തെ അവസ്ഥ നോക്കി. നോ മനുഷ്യൻസ്. അപ്പൊ നമ്മുടെ ബീറ്റേജില കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഫോട്ടോ വെച്ച് പോവാം. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ട 2 ദിവസം തൊട്ടാ കഴുകിയിട്ട്. ഇന്നത്തെ മഴയുടെ ഇന്നലെ മിഞ്ഞാന്നത്തെ മഴയുടെ ഒക്കെ ഈ കോലം അടിപൊളി എന്താണല്ലേ കണ്ട. അപ്പൊ നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. അടുത്ത ലൊക്കേഷൻ വന്നിട്ട് ഫോട്ടോ വെച്ച് വെള്ളി ഗ്രൗണ്ടിന്റെ അടുത്ത് ജൂബിലി ഹോള്. അവിടെ വെഡിങ് ആട്ടോ. ഒരു കൂട്ടാൻ്റെ വെഡിങ് ആണ്. വിഷ്ണു യുവാനില് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. യുവാനിലല്ല, അയ്യോ സെന്റ് തോമസ്. ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹോളിലെ ലൊക്കേഷൻ റൈറ്റ് ആണ്. മഞ്ഞം നമ്മൾ ജൂബിലി ഹോളിൽ എത്തിയിട്ടുണ്ട്. സാന്ദ്രയുടെയും പരിപാടി. അപ്പോൾ ഇവിടുത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. ഇനിയിപ്പോ അടുത്തത് നെയിമിങ് സെറമണിയാണ്. ഇപ്പൊ 11:45 ടൈം. ഇവിടെ ഇപ്പോൾ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കെട്ട് മുഹൂർത്തം പറഞ്ഞിരിക്കണത് എന്തോ 11:45 തുടങ്ങി 12:20. അപ്പൊ ഇപ്പൊ തന്നെ ആവും. ഇപ്പൊ നമുക്ക് ചേരാനല്ലൊരു പരിപാടി ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ചെറിയൊരു ടാസ്ക് വന്നിട്ടുണ്ട്. കല്യാണച്ചേക്കൻ മാല ലഭിച്ചിട്ടുണ്ടായില്ല, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭാഗ്യത്തിനാ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടണ മാല നമുക്ക് സെറ്റ് ചെയ്യാം. മുല്ലപ്പൂമാലയും മുല്ലപ്പൂമാല കൊണ്ടുപാടാ എന്നാ പറഞ്ഞത്. സംഭവം സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം. 10 മിനിറ്റ് വരാന്നാണ് പറഞ്ഞേക്കണത്. അത് കഴിഞ്ഞാലാണ് കെട്ടാൻ പറ്റുള്ളൂ. നമ്മുടെ ഭായി ഫട്ടാഫട്ട് മാല കെട്ടണുണ്ട്. ഇപ്പൊ കഴിയൂലേ? സെറ്റല്ലേ? ഇത് കഴിഞ്ഞ് അപ്പൊ മാല കിട്ടിയാണെങ്കിൽ അവനെ കല്യാണം കഴിക്കാം. തോപ്പുംപടി പഴയ പാലം. നല്ല മഴക്കാറ്, അടിപൊളി. നല്ല മഴയുണ്ട് കേട്ടാ. ഞായറാഴ്ച അടിപൊളി. ഒരു ഉത്തരം കാണിച്ചുതരാം. ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയില്ല. പറയാം. ഡെയിലി മുടങ്ങാതെ ചായ പിടിച്ചോണ്ട് കടയണത് അടിപൊളിയാണ്. കുറച്ച് സ്മെല്ലൊക്കെ അടിക്കും. മറ്റേ ഇത് ചേട്ടാ ചേരാന്നൊരു പഞ്ചായത്താണ്.
ചേരാനല്ലൂർ പഞ്ചായത്ത് ആയതുകൊണ്ട് ഇവിടെ ടോള് വേണ്ട, ഫ്രീ ആണ്. ചേരാനല്ലൂർ പഞ്ചായത്ത് 3 പഞ്ചായത്തിനെന്തോ ഫ്രീ പാസ്സാണ് ഇവിടെ. ചില ടൈമിൽ അവർ വിടൂല, അപ്പോൾ ആധാർ കാണിച്ചാൽ മതി. വണ്ടി നമ്പറൊക്കെ വേറെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായ അവർ ഡൗട്ട് അടിക്കും, പറ്റിക്കണേണോ. നമ്മൾ പ്രോപ്പർ ഇത് തന്നെയാണ് ചേരാനല്ലൂർ പഞ്ചായത്ത്. അല്ല നമ്മൾ പ്രോപ്പർ ചേരാനല്ലൂർ പഞ്ചായത്താണ്, കുഴപ്പമില്ല. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടേ മേഘമൊക്കെ വെറുതെ സൂപ്പറായിട്ട് എടുക്കണം കേട്ടോ, അടിപൊളി. എത്രയൊക്കെ മഴ പെയ്തിട്ടും ചൂടിനൊരു കുറവില്ല കേട്ടോ. വാ തുറന്ന വെയിലും ചൂടൊന്നും പറയാൻ ആൾക്കാർക്ക് നേരുള്ളൂ. എന്താ ചൂട്. എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാം. പൊതുവേ ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റാറില്ല. ഏതെങ്കിലുമൊക്കെ ഇവന്റ് നടക്കുന്ന വെന്യൂലൊക്കെ ആയിരിക്കും നമ്മൾ. അപ്പോൾ ഫുഡ് വെച്ചിട്ടുണ്ടെന്നാവും. മിക്കവാറും അമ്മ ഫുഡ് വെക്കാനുള്ള ദിവസങ്ങളിൽ എത്താൻ പറ്റില്ല. ഇന്ന് മിക്കവാറും ഉണ്ടാവൂല ചിലപ്പോൾ. അതൊക്കെയാണ് അവസ്ഥകൾ. അപ്പൊ നമുക്ക് വല്ല കട പിടിക്കാം. ചോറുണ്ടോ? ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്. വീട്ടിലോട്ടാ ആരുള്ളാന്ന് വെച്ചിട്ട് ആരില്ലെന്നും പറഞ്ഞ് ഇത്തിരി ചോറ് വരും. എല്ലാവരും പറഞ്ഞില്ല. അതോ ഞാൻ പറഞ്ഞ ചോറ് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഉണ്ടാവൂല അല്ലേ? ചോറ് വെച്ചില്ലെങ്കിൽ അതാണ്. ചോറൊക്കെ കഴിച്ചിറങ്ങിയേട്ടാ. അപ്പൊ നെയ്മിങ് സെറിമണിയുടെ കാര്യം പറഞ്ഞില്ലേ, പരിപാടിയൊക്കെ കഴിഞ്ഞ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ആഴ്ച ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ ഒരു തുരുത്തിൽ ഡെക്കോർ ചെയ്യുക. ഒരു ബാപ്റ്റിസത്തിൻ്റെ ടാസ്ക് പരിപാടി ചെയ്ത് തീരാറുണ്ടല്ലോ അച്ചു. തീരാറേടാ കഴിഞ്ഞാ ജവിനെ തീരാറേ. ജെല്ലി ഫിഷ് കൊള്ളാം. ഫോണിലല്ല, അത് അവിടെ നിൽപ്പുണ്ട്. ആഹാ അടിപൊളി സ്ഥലം. കണ്ട ഇത്, കണ്ട വണ്ടി കിടക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇത്രയും നമ്മൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ എന്താ ബോട്ട് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ സാധനം കൊണ്ടുവരും, ബോട്ടിനെ കയറ്റിയിട്ട് ഇതുവഴി കറങ്ങി ഈ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്തേക്കണത്. ഓക്കെ, അടുത്ത സൈറ്റ് പിടിക്കാം. കടവന്ത്ര ചായ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ചായ പിടിക്കാം. സ്പോട്ടിഫൈ കഫേ ചേരാനല്ലൂർ കണ്ടറോടെ സൈഡിലുള്ള എവിടെ അപ്പോൾ ഇപ്പോൾ ഈ ചെയ്ത് വെച്ചേക്കണ കേട്ടോ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പരിപാടി. അവരുടെ കുറെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നതാണ് രാവിലത്തെ പരിപാടിയുടെയൊക്കെ. ഇനിയിപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നേരത്തെ കഴിയണമെങ്കിൽ നാളത്തെ പരിപാടിയുടെ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ്. നാളെ രാവിലെ അപ്പോൾ ഒരു നെയിമിംഗ് സെറിമണി മാത്രം ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പരിപാടിയൊക്കെ തീർന്ന് സ്വാതി ആൻഡ് നീരജ്. അപ്പോൾ വീണ്ടും ഒരു ചായ കുടിക്കാം. ചായ കുടി ശീലം, കള്ളുകുടി ശീലം പോലെയൊക്കെ ചായ കുടി ശീലം. അപ്പോൾ നൈസായിട്ട് പണി കിട്ടി. മഴ പെയ്തുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കോളിട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ 2 സ്ഥലത്തു നിന്ന് വന്ന വണ്ടി 2 സ്ഥലത്തായിട്ട് കിടക്കണേനും. ചായ ഉള്ള അടിപൊളി. അപ്പോൾ നമ്മളുള്ളത് എന്നല്ല, ഞാനുള്ളത് ഹൈക്കോട്ടല്ലല്ല, നമ്മുടെ ബോട്ട്ജെട്ടി ജംഗ്ഷൻ. നാളത്തെ നെയിമിംഗ് സെറിമണിക്കുള്ള പൂക്കൊല.
നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പരിപാടി അല്ലേ? കഴിയാറായ എന്താ അച്ഛന് പറയാനുള്ള ഇന്നത്തെ ദിവസത്തിനെ പറ്റി? ഇപ്പൊ അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം കഴിയണേന് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും ഞാനിത്. സമയം ഇപ്പോൾ 12 ആവാറായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പരിപാടികളും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഒരു നെയിമിങ് സെറമണിയുടെ ഡെക്കോറും കൂടി ചെയ്യാനുള്ളൂ. മറ്റേ പരിപാടി ഇപ്പോൾ ചെയ്ത് തീരും. നാളത്തേക്ക് ടാസ്കൊന്നുമില്ല. എടാ ശ്യാം ചേട്ടാ നിൻ്റെ ഹലോ എടാ, ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വന്ന് സാധനങ്ങൾ കയറ്റി വെക്കൂലേ? അപ്പൊ എത്ര മണിയാവും എത്തുമ്പോ? നിങ്ങൾക്ക് സാധനം കയറ്റിട്ട് പോയിക്കോളൂ. ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ വിളിച്ചാൽ മതി. തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പൂജാ സാധനങ്ങള്, വിളക്ക്, എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഞാൻ വീഡിയോ അയച്ചു തരാം അവിടെ ചെന്നപ്പോൾ. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ? നിങ്ങൾ എവിടെയാണ്? ആണല്ലേ? അപ്പോൾ അങ്ങനെ രാവിലെ പോകുമ്പോൾ വിളിച്ചോ. അങ്ങനെ അപ്പോൾ ആ ടാസ്കും കഴിഞ്ഞിട്ടുണ്ട്. നെയിമിങ് സെറിമണിക്കുള്ള ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരുന്ന് സാധനങ്ങൾ എഴുതി ഇപ്പോൾ നാളെ രാവിലെ ചെയ്യും. ആദ്യമൊക്കെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞായറാഴ്ച നമുക്ക് കിട്ടാണ്ടാകുമ്പോഴേക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിപാടി ഇല്ലാണ്ടിരുന്നാലാണ് വിഷമം. ഡിപ്രഷൻ. ഇപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് കറക്റ്റായി, ഇപ്പോൾ അഡ്ജസ്റ്റ് ആയി. അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാം. ഈ ഒരു കറി മാത്രമേ ഉള്ളൂ. ചേട്ടോയ് ചേട്ടൻ കേൾക്കാണല്ലോ. എന്തായാലും കമത്താം. ലിവർ കറിയാണ് കേട്ടോ. വേറെ കട്ടയൊക്കെ അത് കട്ടി പിടിക്കാനായിട്ട് വയ്യ. കുഴപ്പമില്ല. ബാക്കിയുള്ള കറികളും കഴിഞ്ഞു. ചേട്ടാ മീൻചാറ് എന്തെങ്കിലും ഉണ്ടോ? മീൻചാറ് മതി. മീൻചാറ് ഇടിയപ്പം അടിപൊളിയാണ്. കട്ടൻ ചായ ഉണ്ടോ? ഇല്ലല്ലേ? കട്ടൻ ചായ കഴിഞ്ഞ വേറെ ഇടയ്ക്ക് കുടിക്കാം. കൊള്ളാം. അങ്ങനെ വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് സ്പോട്ടിഫൈ തന്നെ എത്തിയിട്ടുണ്ട്. അതെ, സ്പോട്ടിഫൈ ഇവിടെ പിന്നെ 24 hour ആയതുകൊണ്ട് ഫുൾ ടൈം ചായ ഓണാണ്. ഇനിയിപ്പോൾ വേറെ കഥയും കാര്യങ്ങളൊന്നുമില്ല. കട്ടൻ ചായ കുടിച്ച് നേരെ ഒറ്റ കിടപ്പാണ്. നാളത്തേക്ക് പിന്നെ വേറെ വള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ടെൻഷനും ഇല്ല. ഒറ്റക്കിടപ്പ്. ചേട്ടാ ഒരു കട്ടൻ ചായ. ബൈ. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും അടുത്ത പരിപാടിയൊക്കെ ആയിട്ട് ഇതുപോലെ കാണാം. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. ഓക്കെ. അങ്ങനെ ഓടി വീടെത്തി. ബൈ.